അപ്പോൾ ഗൈസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് കറിയാണ്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കഴുകി വൃത്തിയാക്കി പോർക്ക് ഞങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ വിസിലടിച്ചൊരു 3-4 വിസിലടിച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ മല്ലിയില, പുതിനെല്ലാം കൂടി ജസ്റ്റ് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട്. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് നമ്മൾ സവാളയും കാര്യങ്ങളൊക്കെ വഴറ്റുക, കുറച്ച് തക്കാളിയും ഒരു 2 സവാളയും കാര്യങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സവാളയും കാര്യങ്ങളൊക്കെ ലൈറ്റ് ബ്രൗൺ ആവണം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് നമ്മുടെ ഗ്രീൻ ചില്ലി, നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും പുതിനയിലും മിൻ്റൊക്കെ ഇട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളകും ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് കുരുമുളക് കുറച്ചധികം വേണം ഗൈസ് കുരുമുളകും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അതൊക്കെ എല്ലാം ക്രഷ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ കുറച്ച് നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിപ്പൊടിയാണ് ഗൈസ്. നന്നായിട്ട് ഒരു മല്ലിപ്പൊടിയുടെ പച്ചമുളക് പറഞ്ഞാൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തായിട്ട് വേണ്ടത് നമുക്ക് മുളക് പൊടിയാണ് കേട്ടോ. 1 സ്പൂൺ മുളക് പൊടിയും കാര്യങ്ങളൊക്കെ മതി. നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് നോർമലി കൂടുതൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെപ്പറാണ് കേട്ടോ. നന്നായിട്ട് പെപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള എപ്പോഴും അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ഇതിൽ നമുക്ക് ബേസിക്കലി നമ്മുടെ പോർക്കിൻ്റെ കാര്യത്തിൽ കേട്ടോ. നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് ഗരം മസാല കൂടെ അടിയിട്ട് നന്നായിട്ട് ഈ മസാലയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമുക്ക് ഒന്ന് ഈ സവാളയിലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് നമ്മൾ പോർക്ക് കാര്യങ്ങളൊക്കെ വെന്ത് വന്നു കേട്ടോ. ഒരു 4 വിസിലൊക്കെ മതി. നമുക്ക് 4 വിസിലും കാര്യങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് പോർക്ക് കാര്യങ്ങളൊക്കെ വെന്ത് വന്ന് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മസാലയുടെ അകത്തോട്ട് നമുക്ക് ഈ പോർക്ക് കാര്യങ്ങൾ തട്ടി കൊടുത്തിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കഴിച്ച്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താലാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു മീറ്റിൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആ ഒരു മസാലയിലൊക്കെ ഇറങ്ങി നന്നായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഫാറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കിടക്ക് വന്നാലും കുഴപ്പമില്ല. ഇതിൻ്റെ ഫാറ്റൊന്നും വലിയ കുഴപ്പമില്ലാത്ത ഫാറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒരു 3 to 5 മിനിറ്റ്സ് നമുക്ക് തുറന്ന് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഓൾറെഡി വെന്ത പോർക്കാണല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീണ്ടും കാണാം ഗൈസ്. അതൊരു ബൈ.